ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കിണറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ അരുവ് കൂടെ മോൾ ഭാഗം ഫുള്ള് മരങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഏട്ടൻ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ വെട്ടിയ കാരണം ചപ്പ് ഫുള്ളായിട്ട് വീണിട്ടുണ്ട് കിണറ്റിലേക്ക്. അപ്പോൾ ഏട്ടൻ കയറ് വെച്ചിട്ട് ഏണിയും കൂടിയും കെട്ടിയിട്ടാണ് താഴത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നല്ല ആഴമുള്ള കിണർ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് നല്ലോണം ഒഴുകണ സമയത്ത് മുറ്റം ഫുള്ള് വെള്ളം ഉണ്ടാവുക കേട്ടോ. നല്ലോണം ഒഴുകും കേട്ടോ. അത് ഞങ്ങളുടെ മഴക്കാലത്തുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഏട്ടൻ കിണറ്റിക്ക് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കപ്പിയും കയറും താഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിണറ്റിൽ നിന്ന് കോരുന്നത് ഫുള്ള് ഞാൻ അത് കൂടെ കോരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കുകയാണേ. ആ ഭാഗത്താണ് ഞങ്ങൾ കോരാറ്. അപ്പോൾ ഇന്ന് അനുമോൾ ലീവാണ്. അനുമോൾക്ക് പനിയാവ് കാരണം അവൾ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉണ്ണീസിനെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഉണ്ണീസ് പോയിട്ടില്ല, അവിടെ ഉണ്ട്. പറഞ്ഞയച്ചു എന്ന് പറഞ്ഞത് ഉണ്ണീസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ രാവിലത്തെ കാര്യങ്ങളും അടുക്കളയത്തൊക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടൻ്റെ അപ്പം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ വരുമ്പോഴേക്ക് വിശക്കണ സമയത്ത് നമ്മൾ ഇതുമ്പോൾ നിന്ന് കഴിഞ്ഞാൽ ഭക്ഷണം വെക്കലും കഴിയില്ല, നമ്മൾ ആകെ ക്ഷീണിച്ചതാവില്ലേ. അപ്പം അങ്ങനെ ഞാൻ രാവിലെ ചോറും കറിയും പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിന് നിൽക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചെറിയൊരു കയറാവുകൊണ്ട് കയ്യിലേക്ക് ഒതുങ്ങണില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുക ചെറിയൊരു വണ്ണല്ലാത്ത കയറാണ് ഏട്ടാവുമ്മ കപ്പി പണിട്ടുന്നത്. അത് നമ്മൾ ബാക്കിയുള്ള സമയത്ത് അവിടെ മരത്തുമ്മ കെട്ടിയിരുന്നത് ഏട്ട ഏണി വെച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ കയറാകുമ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അനുമോൾക്ക് അത് രസം കണ്ടിട്ട് അവൾ കോരാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗം ഫുള്ള് ഞങ്ങൾ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ മരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ആ ചപ്പ് ഫുള്ള് കിണറ്റിലേക്കല്ലേ വീണ്. പിന്നെ ഒരു മുരിങ്ങാക്കൊമ്പുണ്ട്. ആ കൊമ്പാണെങ്കിൽ ഫുള്ള് ഇല. നമ്മൾ വല ഇട്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴക്കാലമായാലും വേനൽക്കാലമാണെങ്കിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉണ്ണീസ് റൂബീനെ കൊണ്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ണീസിൻ്റെ കുറച്ച് ചെറിയ കാര്യങ്ങളുണ്ട്, അതും കൂടി ചെയ്തിട്ട് വേണം അവളെ പറഞ്ഞയച്ചിട്ട് പിന്നെയും ബാക്കിയുള്ള പണികളിൽ ഏട്ടനപ്പോൾ സഹായത്തിന് നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ പറഞ്ഞയക്കാൻ കുറച്ച് പണിയും കൂടി ഉണ്ട്. അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യം നോക്കണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാൻ പിന്നെ ചായ കുടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ണീസ് പുറപ്പെടുന്ന കണ്ണാടിയിൽ പോയിട്ട് ഇങ്ങനെ പവർ കാണിക്കുകയാണ്. ഐഷാഡ് ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. അവൾക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ സിമ്പിളായിട്ടുള്ള ഒന്നല്ല കേട്ടോ, നല്ല പവറത്തിയാണ്. ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരുങ്ങിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണാടിയിൽ ഒരു 10 വട്ടം പോയാലേ അവൾക്ക് സമാധാനം കിട്ടുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ണാടിയിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കും, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോ എന്നുള്ള പോലെ നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിട്ടും ചെറുപയറിൻ്റെ കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഏട്ടൻ കഴിച്ചു പോയിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അവിടെ വെച്ച് ഏട്ടൻ്റെ പണി കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ പറയുക, TV ഒരു കൊല്ലമായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചാർജ് കയറ്റിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷം TV കണ്ട് ചോറുണ്ണാൻ. അപ്പോൾ ഇന്ന് ഞാൻ ചോറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുൾ പണി കഴിഞ്ഞത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.